ചോറുമീനെ കൊണ്ട് ഇങ്ങക്ക് ഉപകാരം പിന്നെന്താ എന്റെ കുടുംബം ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാനുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100-100ഓളം സ്റ്റാഫുകൾ നമ്മളെ ചോറുമീനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഏകദേശം 100ഓളം കുടുംബങ്ങളിലേക്ക് ഒരു ചോറുമീൻ്റെ എത്തുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. അതേപോലെ തന്നെ ഈ ചോറുമീനെ ചുറ്റിപ്പറ്റി കുറച്ചധികം ചെറുകിട കച്ചവടക്കാർ നമ്മളെ കൂടെ ഉണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ നമുക്ക് കാണാം. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനമാണ്. അതായത് നമ്മളെ കൂടെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ഓർക്കൊക്കെ ഇവിടെ ചെറിയൊരു സ്പേസ് നമ്മൾ കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഓരോടൊന്നും ചോദിച്ചു നോക്കാം, ഓരെങ്ങനെ ഹാപ്പിയാണോ ചോറുമീനെ പറ്റിയിട്ട്. ആദ്യം തന്നെ നമ്മളെ മുഹമ്മദ് ഖാനോട് ചോദിച്ചു നോക്കാം, മുഹമ്മദ് ഖാക്ക് എന്താ പറയാനുള്ളത്? മുഹമ്മദ് ഖാൻ, നമ്മളെ ചോറുമീനിൽ ഇവിടെ നിങ്ങൾ അർത്ഥം നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കച്ചവടം കൂടുന്നുണ്ടോ? കച്ചവടം കൂടുന്നുണ്ട്. പിന്നെ ആൾക്കാർ വന്നാൽ നമുക്കപ്പം ഒരു കുടുംബം കഴിഞ്ഞില്ല. അപ്പൊ അതിൻ്റെതായ ഉപകാരങ്ങളുണ്ട്. നിങ്ങള് ചോറുമീൻ്റെ ഒരു ഭാഗം പോലെയാണ് അല്ല ശരിക്കും. അവരെ നമ്മളെ അബുബക്കറിന്റെ ഇവിടെ അബുബക്കറിനോട് ചോദിച്ചേക്കാം. അപ്പൊ വരുമ്പോ അബുബക്കറിന്റെ അടുത്ത് വരാ. ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തില് അബുബക്കറെ സഹായിക്കും. അല്ല എന്താ അവസ്ഥ? എത്ര ദിവസമായി വരുന്നത്? ഇവിടെ മാസത്തിന്റെ അടുത്തായി. കുഴപ്പമില്ല, നല്ല അടിപൊളി പരിപാടിയാ. ആളുകളുള്ള കാര്യം കുഴപ്പമില്ലാതെ പോകുന്നത്. ചോറുമീനെ കൊണ്ട് ഇങ്ങക്ക് ഉപകാരം പിന്നെന്താ എന്റെ കുടുംബം പുരാന്നില്ല. ഉറപ്പാണ്. പിന്നെ തീർച്ചയായും എപ്പോഴും വരിട്ടാ. അപ്പൊ ഈ കാക്ക ഇവിടെ ഉണ്ടാവും. നിങ്ങള് ചോറുമീനിൽ വരുമ്പോ ഐസ്ക്രീം ആയിക്കോളി, കഴിച്ചോളി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചോറുമീനെ ചുറ്റിപ്പറ്റി കുറച്ച് ചേച്ചിമാരും ഉണ്ട്, പപ്പടവും അച്ചാറൊക്കെ വെക്കുന്നത്. ഓരോ നമ്മളെ വീഡിയോകൾ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ ചോറുമീനിലേക്ക് വരുമ്പോൾ ഓരോ ചോറുമീനിന്റെ എവിടെയൊക്കെ വെച്ച് കാണാന്നുണ്ടെങ്കിൽ ഓരേയും കൂടി നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾക്ക് പറ്റാന്ന് വെച്ചാൽ ഓരേയും പപ്പടവും അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചിമാരടുത്ത്, ഒക്കെ മേടിക്കുക. അപ്പോൾ ശരി, ബൈ ബൈ, താങ്ക് യു.